പ്രിയപ്പെട്ടവരെ, മനുഷ്യ മനസ്സുകളിൽ ഈഗോ നിറക്കുന്ന, അഹങ്കാരം നിറക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തേജനമാണ് പരിധിവിട്ട ധനം, സമ്പത്ത്. ആവശ്യത്തിൽ കഴിഞ്ഞ സമ്പാദ്യമുള്ളവരിൽ അഹങ്കാരമുണ്ടാവുക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. വാസ്തവത്തിൽ ആവശ്യങ്ങളെല്ലാം നിറവേറുന്ന അളവിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ജീവിക്കാൻ വേണ്ടതെന്തോ അത് കണക്കിന് കൃത്യമായി അല്ലാഹുവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ, ഒന്നും മിച്ചം വരാത്ത വിധത്തിൽ ആവശ്യത്തിന്റെ അളവിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? അവരുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു സ്മൂത്തായിട്ട് നടത്തിക്കൊടുക്കും. അവർക്ക് കടബാധ്യതകളൊന്നും ഉണ്ടാവുകയില്ല, അവർക്ക് ടെൻഷനും ഉണ്ടാവുകയില്ല. മരണപ്പെട്ട് ചെന്നു കഴിഞ്ഞാൽ കനത്ത ഒരു വിചാരണ, സമ്പത്തിന്റെ കാര്യത്തിലുള്ള കടുത്ത വിചാരണ അവർ നേരിടേണ്ടി വരികയുമില്ല. അവർക്ക് ഒരിക്കലും അഹങ്കാരമുണ്ടാവുകയില്ല. നേരെ മറിച്ച് ആവശ്യത്തിനപ്പുറത്ത് സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടുമ്പോൾ മനസ്സിൽ റോങ്ങായ ചിന്തകൾ ഉദിക്കുക സ്വാഭാവികമാണ്. ആവശ്യം കഴിച്ചിട്ടുള്ള ധനവും തന്റെ അക്കൗണ്ടിലും അധീനതയിലുമുണ്ടെങ്കിൽ മനസ്സിൽ അഹങ്കാരം കേറലും സ്വാഭാവികമാണ്. പരിധിവിട്ട ധനമുള്ള സമ്പന്നന്മാരായ ആളുകൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും ആജ്ഞകൾ അവഗണിക്കുക എന്നത്, മാറ്റിവെക്കുക എന്നതും സ്വാഭാവികമാണ്. ശക്തമായ ഈമാനും കരുത്തുറ്റ തഖ്വയുമുള്ള ചെറിയ ഒരു വിഭാഗം മുതലാളിമാരല്ലാത്ത മുതലാളിമാരൊക്കെ നരകത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. എന്ത്? ശക്തമായ ഈമാൻ അതുള്ള മുതലാളിമാർ തെറ്റൂല, അവർ കറക്റ്റായിരിക്കും. അവർ അസൂയാർഹരായ മുതലാളിമാരാണ്. ഈമാൻ കുറഞ്ഞ മുതലാളിമാർ, ആവശ്യത്തിലധികം ധനമുള്ള ധനവാന്മാർ, അവർ നരകത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ കാരണത്താലാണ് അഷ്റഫുൽ ഖൽഖ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. ആ ദുആ ഹദീസിൽ കാണാം, സഹീഹുൽ ബുഖാരിയിൽ അടക്കം കാണാം. അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂതാ. പുണ്യ റസൂലിന്റെ ദുആ. എന്താണ് ആ ദുആ? അല്ലാഹുവേ, ഈ മുഹമ്മദിനും മുഹമ്മദിന്റെ കുടുംബത്തിനും വേണ്ട വിഭവം എത്രയാണ് തരേണ്ടത്? നീ വാരിക്കോരി തരേണ്ടതില്ല, പരിധി വിട്ട് നൽകേണ്ടതില്ല. എന്റെയും കുടുംബത്തിന്റെയും വിഭവങ്ങൾ കൂത്തായിട്ട് തന്നാൽ മതി. എന്ന് വെച്ചാൽ ആവശ്യത്തിന്റെ അളവിലുള്ളത് മാത്രം തന്നാൽ മതി. അല്ലാ, ഉണ്ണാനുള്ളത്, ഉടുക്കാനുള്ളത്, കിടക്കാനുള്ളത്, അതിൽ ടൈറ്റ് വരരുത്. അത് ദാരിദ്ര്യം. ആവശ്യത്തിന്റെ ഖദർ എത്രയാണോ അത് തരണം, അതിനപ്പുറത്തേക്ക് തരരുത്. അല്ലാ, അതല്ലേ ഖൈറ്? അള്ളാഹു ആ കൂട്ടത്തിൽ, ആവശ്യത്തിന് തന്നുകൊണ്ടിരിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. കുറച്ച് കൂടുതൽ അക്കൗണ്ടിൽ പൈസ ഉള്ളവർ ആമീൻ പറഞ്ഞില്ല. എന്താ കാരണം എന്നറിയാം? ഇത് കുറയാൻ വേണ്ടിയുള്ളത്. ആവശ്യം കഴിഞ്ഞിട്ട് എമ്പാടുള്ളവർക്ക് കുറച്ചൊരു മടി ആമീൻ പറയാൻ. സാരല്ല, ശരിയായിക്കോളൂ.
വസ്തുത ശരിക്ക് കേട്ട് മനസ്സിലായാൽ ബോധ്യാവും. ആവശ്യം കഴിച്ച് മിച്ചമുള്ളവർ ശക്തമായ ഈമാനും കരുത്തുറ്റ തഖ്വയും ഇല്ലെങ്കിൽ തീർച്ചയായും അപകടകരമാണ് ആ സമ്പത്ത് എന്ന് അല്ലാഹു കൃത്യമായി വ്യക്തമായി സ്പഷ്ടമായി പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ അലഖ് ആദ്യമായി ഖുർആനിൽ നിന്ന് അവതരിക്കപ്പെട്ട ആദ്യ വചനങ്ങൾ ഇഖ്റ ബിസ്മി, ആ സൂറത്തിന്റെ 6, 7, 8 ഭാഗങ്ങളിൽ കാണാം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. കല്ല, ഒരിക്കലുമല്ല. ഇന്നൽ ഇൻസാന, നിശ്ചയമായിട്ടും മനുഷ്യവർഗം, മനുഷ്യർ ലയത്ഗാ, കടുത്ത ധിക്കാരികളായി മാറിയിരിക്കുകയാണ്. മനുഷ്യൻ ധിക്കാരിയായി മാറുകയാണ്. എന്താണവന്റെ ധിക്കാരത്തിന്റെ കാരണം? എന്താണവന്റെ അഹന്തയുടെ അഹങ്കാരത്തിന്റെ കാരണം? അർആഹു ഇസ്തഗ്നാ, അവൻ തന്നെ, അവൻ സ്വന്തത്തെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ എന്റെ കാര്യത്തിന് ഞാൻ മതി, എന്റെ കേസ് ഞാൻ പരിഹരിക്കും, എനിക്ക് വേണ്ടതൊക്കെ എന്റെ അടുത്തുണ്ട്, ഞാൻ എല്ലാ നിലക്കും ഫിറ്റാണ്, ഞാൻ സ്വയം പര്യാപ്തനാണ്, ഇന്നിപ്പോ ആരും നോക്കേണ്ട കാര്യമൊന്നുമില്ല, പവർഫുള്ളാണ് ഞാൻ. ഇസ്തിഗ്നാ, താൻ ഐശ്വര്യവാനാണ്, ധനം കൊണ്ട്, ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട്, ആളും അർത്ഥവും അധികാരവും കൊണ്ട് ഞാൻ ഫിറ്റാണ് എന്ന ധാരണ വന്നപ്പോഴാണ് അവൻ ധിക്കാരിയായി മാറിയത്, അഹങ്കാരിയായി മാറിയത് എന്ന്. ആവശ്യം കഴിച്ച് മിച്ചം എമ്പാടും സ്വത്ത്, വിളിച്ചാ വിളിപ്പുറത്ത ആള്, അധികാരമുള്ളതുകൊണ്ട് ഒരു ടെലിഫോൺ വിളിച്ചാൽ കാര്യങ്ങൾ നടക്കല്, ഇതൊക്കെ ഒത്തുവന്ന കാരണത്താലാണ് അവൻ അഹന്തയുള്ളവനായത്, അവൻ തുഗ്യാനുള്ളവനായത്, ധിക്കാരമുള്ളവനായത്. ഇന്ന ഇലാ റബ്ബിക റുജ്ആ, വല്ലാതെ നിഗളിക്കണ്ട, മതിമറക്കണ്ട, മേൽക്കോയ്മ നടിക്കണ്ട, നിന്റെ നാഥന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടവനാണു നീ. അതെപ്പോഴാണെന്നറിയൂല. ഇന്നലെ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലെ ഇമാമ് ഇശാ നിസ്കാരം കഴിഞ്ഞ് റൂമിൽ കിടന്നുറങ്ങി. സുബഹി നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കാൻ നേരായപ്പോ ഉസ്താദിനെ കാണാനില്ല. അപ്പൊ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, മൊയ്ലിയേര് ഇങ്ങനെ പൊതച്ചേ വയറൊക്കെ ഫുള്ളാക്കി ഉറങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിസ്കാരം കഴിഞ്ഞ് റൂമിൽ നിന്ന് അനക്കം കാണാതെ ആളുകൾ, നിസ്കരിക്കാൻ വന്ന ആളുകൾ പോയി നോക്കുമ്പോ യുവാവായ ചെറുപ്പക്കാരനായ ആ ഉസ്താദിന്റെ മയ്യിത്താണ് അവർ റൂമിൽ കണ്ടത്. എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ഇന്നലെ രാത്രി നടന്ന സംഭവം. ഇന്നിപ്പോ വാട്സപ്പിൽ ജുമഅക്ക് ഇറങ്ങാൻ നേരത്ത് ഇവിടുത്തെ മുൻ ഇമാമു സുലൈമാൻ ഉസ്താദിന്റെ ഒരു മെസ്സേജ് ഞാൻ വായിച്ചു. ഇന്ന ഇലാ റബ്ബിക റുജ്ആ, തീർച്ചയായിട്ടും നിന്റെ നാഥനിലേക്കാണ് നിന്റെ മടക്കം. വല്ലാതെ ഓവറാക്കണ്ടാന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇച്ചിരി ചില്ലറ കയ്യിലുണ്ടെങ്കിൽ, അതുകൊണ്ട് നിഗളിക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് അഹങ്കാരം തോന്നുന്നുണ്ടെങ്കിൽ, അത് പോകാനുള്ള മരുന്നെന്താ? ധനം കൊണ്ട്, സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച പൂർവീകരെ അള്ളാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കലാണ് അതിനുള്ള മരുന്ന്. അള്ളാഹു അത് പറഞ്ഞു തന്നിട്ടുണ്ട്. മുൻഗാമികളിൽ ധനം കൊണ്ട് അഹങ്കരിച്ചവരെ അള്ളാഹു എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമ്മളിവിടെ പറഞ്ഞു.
ഖാറൂൻ പരമസാധുവായിരുന്നു, ഒരു സത്യവിശ്വാസിയായിരുന്നു, മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായിയായിരുന്നു, ബന്ധുവായിരുന്നു, പിതൃവ്യന്റെ കൊച്ചാപ്പാന്റെ മോനായിരുന്നു, മൂസാ അലൈഹിസ്സലാമിന്റെ അമ്മിന്റെ പുത്രനായിരുന്നു. ആര്? ഖാറൂന്. പാവ മനുഷ്യനായിരുന്നു. പരിധി വിട്ട സമ്പത്ത്, കയ്യും കണക്കുമില്ലാത്ത സമ്പത്ത് അധീനതയിൽ വന്നപ്പോൾ ആ മനുഷ്യൻ അഹങ്കാരിയായി മാറി. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. അത് തന്ന അല്ലാഹുവിനെ മറന്നു, പടച്ചോനെ മറന്നു, അനുഗ്രഹിച്ച റബ്ബിനെ മറന്നു, ആ സമ്പത്തൊക്കെ ഒരുക്കിക്കൊടുത്ത പടച്ചവനെ മറന്നു. എന്നിട്ടോ എന്റെ അറിവ് കൊണ്ടും യോഗ്യത കൊണ്ടുമാണ് തീർച്ചയായിട്ടും എനിക്ക് ഈ സമ്പത്തൊക്കെ ഉണ്ടായതെന്ന് അയാൾ വാദിച്ചു. തൽഫലമായി അയാളെയും അയാളുടെ ഭവനത്തെയും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് അല്ലാഹ്. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറഞ്ഞുകൊടുത്ത് സൂറത്തുൽ കഹ്ഫിൽ മറ്റൊരു സുപ്രധാന ചരിത്രം അള്ളാഹു അവതരിപ്പിച്ചത് തോട്ടക്കാരൻ മുതലാളിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. തോട്ടക്കാരൻ മുതലാളിക്ക് ഇഷ്ടം പോലെ പ്രോപ്പർട്ടി ഉണ്ടായി. അതിൽ ഫലം തരുന്ന മരങ്ങളും വള്ളികളും ചെടികളും എമ്പാടുമുണ്ടായി. നല്ല വരുമാനം ആ തോട്ടം അയാൾക്ക് നൽകി. അപ്പോൾ തന്റെ സ്നേഹിതനായ, ദരിദ്രനായ, പാവപ്പെട്ടവനായ, നിഷ്കളങ്കനായ തന്റെ സ്നേഹിതനോട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറാ. നിന്നെക്കാൾ സമ്പത്തും സംഘബലവുമുള്ളവനാണു ഞാൻ. ഇതാണ് അയാൾ ചെയ്ത തെറ്റ്. 100 ആളെ കൊന്നിട്ടില്ല, കള്ളുകുടിയും വ്യഭിചാരവും പലിശയും ചൂത അതൊന്നും ഉണ്ടായിട്ടില്ല. സ്വത്തുള്ള ആള് ഇല്ലാത്ത സാധുവായ കൂട്ടുകാരനോട് പറഞ്ഞു, അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറ. നിന്നെക്കാൾ സ്വത്തും സംഘബലവും എനിക്കുണ്ട്. ഈ കാരണത്താൽ ഒരു സുപ്രഭാതത്തിൽ അയാളുടെ തോട്ടത്തെ ഒന്നടങ്കം അല്ലാഹു തകർത്ത് തരിപ്പണമാക്കുകയും നഷ്ടബോധം കാരണത്താൽ കൈമലർത്തി ഖേദിക്കുകയും ചെയ്തു എന്ന് സൂറത്തുൽ കഹ്ഫിലൂടെ ചരിത്രം പറഞ്ഞു തരുന്നു അല്ലാഹ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ മുൻഗാമികൾ, ഈ ഉമ്മത്തിന് മുമ്പ് വന്ന സമുദായങ്ങളിൽ അരങ്ങേറിയ ദുരന്തങ്ങളും തിക്തഫലങ്ങളുമാണെങ്കിൽ ഈ ഉമ്മത്തിൽ തന്നെ സമാനമായ ചരിത്രം അരങ്ങേറിയത് ഹദീസിൽ, തഫ്സീറിൽ ഒക്കെ കാണാം. ഒരു സംഭവം പറഞ്ഞുതരാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മദീനക്കാരനായ ഒരാൾ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന്റെ പേരെന്താ? സഅലബത്തു ഇബ്നു ഹാത്തിബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പാവായിരുന്നു. ഉള്ളത് ഉണ്ട്, ഉടുത്തത് പുതച്ചുറങ്ങുക എന്ന് പറയുന്നല്ലേ. ഉള്ളതുണ്ട്, ഉടുത്തത് പുതച്ചുറങ്ങുക, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നൊരു പാവായിരുന്നു. ഇച്ചിരി സാമ്പത്തിക ടൈറ്റുള്ള ആളായിരുന്നു ആര്? സഅലബത്ത്. തിരുസവിധത്തിൽ വന്നു, റസൂലിന്റെ മുന്നിൽ വന്നു. സഅലബ പറഞ്ഞു, എനിക്ക് സമ്പത്തുണ്ടാകാൻ അവിടുന്ന് ദുആ ചെയ്താലും, ഇച്ചിരി പൈസ ഉണ്ടാകാൻ, ഈ ഒരു ടൈറ്റ് ഒന്ന് മാറാൻ തങ്ങളൊന്ന് ദുആ ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, യാ സഅലബ വൈഹക്. എന്താ ഈ ചോദിക്കുന്നത്? നാശം സഅലബ. ഖലീലുൻ തുഅദ്ദി ശുക്റഹു ഖൈറും മിൻ കസീരിൻ ലാ തുതീഖുഹു. എന്ത് ചോദ്യം? സ്വത്ത് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാനോ? അതിനല്ലേ ഇപ്പൊ ആവശ്യപ്പെട്ടത്? നാശം അത് പറയല്ലേ. ഖലീലുൻ തുഅദ്ദി ശുക്റഹു, ഉള്ളത് കൊണ്ട് ജീവിച്ച് നന്ദിയുള്ളവനായി കഴിയുക എന്നത് ഖൈറും മിൻ കസീരിൻ ലാ തുതീഖുഹു, എമ്പാടുമുണ്ടായിട്ട് നന്ദിയില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ മെച്ചമതാണ് സഅലബ. ഉണ്ടല്ലോ, പട്ടിണിയിടന്ന് മരിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്റെ മുന്നിൽ വന്നപ്പോ നാണം മറക്കാതെ ഒന്നുമല്ലല്ലോ വന്നത്.
അപ്പൊ അതിനൊക്കെ ഉണ്ടല്ലോ അല്ലെ. ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നന്ദിയോടെ ജീവിക്കുക, അതാ മോനെ നല്ലത്. ഒത്തിരി ഉണ്ടായാൽ നന്ദി മറന്നുപോകും, അള്ളാഹിനോടുള്ള നന്ദി മറന്നുപോകും. അതുകൊണ്ട് അതിനേക്കാൾ ഇതാണ് നല്ലത്. അത് കേട്ട് സലാം പറഞ്ഞു പോകലായിരുന്നു സഅലബക്ക് നല്ലത്. പക്ഷെ അദ്ദേഹം അതല്ല ചെയ്തത്. ഉസ്താദിന്റെ റൂമിൽ ഒന്ന് ഇറങ്ങാം, അള്ളാന്റെ വിധിയല്ലേ, നമ്മൾ സംഗതിയൊക്കെ വിധിയാണെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയല്ല, ആ വസ്തുത ഖുർആനീകമായ ഉത്ബോധനാണത്, അത് ഉൾക്കൊള്ളുക. പോകയിരുന്നു അദ്ദേഹം വേണ്ടിയിരുന്നു, പോകാതെ രണ്ടാമതും ആവശ്യപ്പെട്ടു, യാ റസൂലല്ലാഹ്, അങ്ങനിക്ക് വേണ്ടി സമ്പത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്താലും. എന്നിട്ടൊരു പ്രഖ്യാപനം, വല്ലാഹി ലഇൻ അഅ്താനില്ലാഹു മാലാ ലഊതിയന്ന കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു. അല്ലാഹുവിനെ സത്യം ചെയ്തിട്ട് റസൂലിന്റെ മുന്നിൽ വെച്ച് ഒരു പ്രഖ്യാപനമാണ്. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഇൻ അഅ്താനില്ലാഹു മാലാ, അങ്ങ് ദുആ ചെയ്തിട്ട് എനിക്ക് അല്ലാഹു സമ്പത്ത് തരികയാണെന്നുണ്ടെങ്കിൽ, ലഭിക്കുകയാണെങ്കിൽ, ലഊതിയന്ന കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു. അങ്ങിപ്പോ ആശങ്ക പറഞ്ഞത് ഒത്തിരി ഉണ്ടായിട്ട് നന്ദി ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകൂല. അള്ളാഹുവിനെ തന്നെയാണ് നേര്, സത്യം. എല്ലാ ഹക്കും ഞാൻ നിറവേറ്റും, സക്കാത്ത് ഞാൻ കൊടുക്കും, എന്റെ മുന്നിൽ വന്ന് ആവശ്യങ്ങൾ ചോദിക്കുന്നവരെ ഞാൻ പരിഗണിക്കും, ഞാൻ കുടുംബത്തെ പോറ്റും, അവശരായ ആളുകൾക്ക് കൈത്താങ്ങ് കൊടുക്കും. അങ്ങനെ അള്ളാഹു തന്ന സമ്പത്തിന്റെ ഹക്കെന്തോ ബാധ്യതകൾ എന്തോ അത് വള്ളി പുള്ളി തെറ്റാതെ ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും റസൂലേ, വല്ലാഹി, ഒറ്റ സത്യം ചെയ്യല്. അപ്പ റസൂലുള്ള അല്ലാഹുമ്മർസുഖുഹു മാലാ, അല്ലാഹുമ്മർസുഖുഹു മാലാ, ഈ സഅലബക്ക് നീ സമ്പത്ത് കൊടുക്കണേ എന്നൊറ്റ ദുആ. ഇത് ഞാനും നിങ്ങളും ദുആ ചെയ്ത ദുആ അല്ലല്ലോ. ഇത് കൈ അങ്ങോട്ട് ഉയർത്തിയ അങ്ങോട്ട് കൊടുക്കുമല്ലോ, ആ ദുആ ഉള്ള റസൂലിന്റെ ദുആ. സുബ്ഹാനല്ലാഹ്. പിന്നെ സഅലബ തൊട്ടതെല്ലാം പൊന്നായി. തഫ്സീറിൽ കാണുന്നു, ഹദീസിൽ കാണുന്നു, അദ്ദേഹത്തിന്റെ ആട്ടിൻ പറ്റങ്ങൾ പുഴുക്കൾ വർദ്ധിക്കും പോലെ വർദ്ധിക്കാൻ തുടങ്ങി. മദീനയുടെ മലഞ്ചെരിവുകളെല്ലാം സഅലബയുടെ ആടുമാടുകളെ കൊണ്ട് നിറഞ്ഞു. ഇഷ്ടം പോലെ ഭൂസ്വത്തായി, കാലി സ്വത്തായി. അന്നത്തെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അതൊക്കെ ഇഷ്ടം പോലെ സ്വത്തങ്ങട്ടുണ്ടായി. അധിക കാലൊന്നുമല്ല, കുറഞ്ഞ മാസങ്ങൾ, ഏതാനും അങ്കുലി പരിമിതമായ വർഷങ്ങളായപ്പോഴേക്കിന് മദീനയിലെ അതിസമ്പന്നനായി സഅലബ മാറി. പക്ഷെ ഒരു കുഴപ്പം. എന്താ കുഴപ്പം? തിരക്കായി, കച്ചവടായി, കൃഷിയായി. 5 നേരം ജമാഅത്തിന് മദീന പള്ളിയിലേക്ക് വന്നുകൊണ്ടിരുന്ന സഅലബ ജമാഅത്തിലൊക്കെ വരവ് കുറഞ്ഞു. ആദ്യം സുബഹി മിസ്സായി, ളുഹർ മിസ്സായി, അസർ മിസ്സായി, മഗ്രിബിന് ഇശാക്കും വരും. കാരണം അപ്പൊ കയ്യും കാലും കഴുകി കുളിച്ചിട്ട് ഇരിക്കണ നേരമാണല്ലോ. മഗ്രിബ് ഇശ ഇതിന് വരും, ബാക്കി 3 വക്തിന് വരാണ്ടായി. പിന്നെയും ധനം വർദ്ധിച്ചു, തിരക്ക് കൂടി. അങ്ങനെയുള്ള തിരക്ക് കൂടലാണല്ലോ. ആ തിരക്ക് കൂടിയപ്പോ പിന്നെ മഗ്രിബ് ഇശാ ജമാഅത്തിനും വരാതെയായി. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹവാസം ലഭ്യമാകാതെയായി. ആ തിരുസവിധത്തിൽ വരാതെയായി. ആഴ്ചയിലൊരിക്കൽ വെള്ളിയാഴ്ച മാത്രം വരവായി. കച്ചവടം തിരക്കാവുമ്പോ അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊക്കെ അവസ്ഥ അല്ലേ. ആഴ്ചയിലൊരു വെള്ളിയാഴ്ച മാത്രം വരവായി. പിന്നെ വീണ്ടും തിരക്കായി, സമ്പത്ത് വീണ്ടും കൂടി, വെള്ളിയാഴ്ചയും വരവ് നിന്നു. അത്രണ്ട് ബിസിയായി ആള്. ജുമാ ജമാഅത്തുകൾ മുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ മനോഹര വദനം കാണാനുള്ള കൊതി പോലും സഅലബക്ക് നഷ്ടമായി. പണം കുമിഞ്ഞുകൂടിയപ്പോൾ അപ്പോഴാണ് സക്കാത്ത് പിരിക്കുന്ന സമയത്തിയത്. ഇസ്ലാമിക ഗവൺമെന്റ് ആണല്ലോ. സ്വഹാബാക്കൾ പോയിട്ട്, പണക്കാരടുത്ത് പോയിട്ട് ഇത്ര ശതമാനം കണക്ക് കൂട്ടിയിട്ട് മേടിക്കലാണല്ലോ അന്ന് ബൈത്തുൽ മാലിലേക്ക്. ഒരു പറ്റം സ്വഹാബാക്കളെ സഅലബയുടെ വീട്ടിലേക്ക് സക്കാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു റസൂലുള്ളാഹ്. അവര് ചെന്നപ്പോ ഇയാൾ ഭയങ്കര ബിസിയാ, കാരണം അത്ര വലിയ മുതലാളിയായിട്ടുണ്ട്. ചെന്നിട്ട് പറഞ്ഞു, റസൂല് ഞങ്ങളെ ഇങ്ങോട്ടയച്ചത് സക്കാത്തിന്റെ കണക്ക് നോക്കി 2.5% വസൂലാക്കാൻ അയച്ചതാണ്.
ഉടനെ ഈ സഅലബ പറഞ്ഞു, ഇതെന്റെ വിയർപ്പാണ്. പടച്ചോനെ, ഇതെങ്ങനെ ഉണ്ടായത്? ഇതെന്റെ വിയർപ്പാണ്, ഞാൻ തരൂലാന്നൊന്നും ഞാൻ പറയില്ല, ഇപ്പൊ ഞാൻ തരൂല. വെറും കയ്യോടെ സകാത്ത് പിരിക്കാൻ വന്ന സഹാബാക്കൾ തിരിച്ചു ചെന്ന് റസൂലിന്റെ മുന്നിൽ ചെന്ന് സങ്കടം പറഞ്ഞു. ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനായ സഅലബ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ടത്. കൊട്ടാര സമാനമായ താമസയിടവും മുന്തിയ മേത്തരം വാഹനങ്ങളും ഇഷ്ടം പോലെ കാലിസ്വത്തും ഇഷ്ടം പോലെ സ്വർണവും വെള്ളിയും എല്ലാം ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ നിയമത്തിൽ പാവപ്പെട്ടവർക്കുള്ള തുച്ഛമായ അവകാശം പോലും തരില്ലെന്നാണ് സഅലബ പറയുന്നത്. റസൂലേ, അള്ളാന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. ഈ പ്രശ്നത്തിൽ അല്ലാഹുവാണ് മറുപടി പറഞ്ഞത്. ആ മറുപടിയാണ് സൂറത്തു തൗബയുടെ 75, 76, 77 ആയത്തുകളിലുള്ളത്. അല്ലാഹു പറഞ്ഞ മറുപടി എന്താണത്? വമിൻഹും മൻ ആഹദല്ലാഹ് ലഇൻ ആതാനാ മിൻ ഫളി لنصدقن ولنكونن من الصالحين فلما آتاهم من فضل بخلوا به وتولوا وهم معرضون فأعقبهم نفاقا في قلوبهم إلى يوم يلقونه. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പറഞ്ഞ മറുപടി. വമിൻഹും, അങ്ങയുടെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അങ്ങയുടെ സ്വഹാബികളിൽ ചിലരുണ്ട്. ആഹദല്ലാഹ്, അവർ അല്ലാഹുവിനോട് എഗ്രിമെന്റ് വെച്ചു, കരാറ് ചെയ്തു. അല്ലാഹുവിനോട് കരാറ് ചെയ്തു. എന്ത്? ലഇൻ ആതാനാ മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് എനിക്ക് സമ്പത്ത് തന്നാൽ ലനസ്വദ്ദഖന്ന, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാൻ അതൊക്കെയും സ്വദഖ ചെയ്യും. വലനകൂനന്ന മിനസ് സ്വാലിഹീൻ, ഞാൻ സൽവൃത്തരിൽ മെമ്പർ ആവുകയും ചെയ്യും എന്ന് അല്ലാഹുവിനോട് കരാറ് ചെയ്തവർ. ഫലമ്മാ ആതാഹും മിൻ ഫളിഹി, അങ്ങനെ അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്നവർക്ക് സമ്പത്ത് കൊടുത്തപ്പോ ബഖിലൂ ബിഹി, അവർ പിശുക്കി കെട്ടിപ്പൂട്ടി വെച്ചു. വതവല്ലൗ വഹും മുഅ്രിദൂൻ, അവർ മുമ്പ് പറഞ്ഞ വാക്ക് മറന്നു. അല്ലാഹുവിനെ പിടിച്ചാണയിട്ട് പ്രഖ്യാപിച്ചത് മറന്നു. അല്ലാഹുവിനോട് കൊടുത്ത കരാറ് മറന്ന് അവർ പിന്തിരിഞ്ഞ് കളഞ്ഞു. ഇതിന്റെ ഫലമെന്താ? ഇതിന്റെ നേട്ടമെന്താ? കെട്ടിപ്പൂട്ടി വെച്ചാൽ അതുകൊണ്ട് സുഖിക്കാമെന്നല്ല, അതുകൊണ്ട് സേഫ്റ്റിയാകുമെന്നല്ല, അതുകൊണ്ട് സുരക്ഷിതമാകുമെന്നല്ല. فأعقبهم نفاقا في قلوبهم إلى يوم يلقونه, അവർ മരിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം വരെ അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു കാപട്യം നിറച്ചു കൊടുക്കുകയാണ്. അല്ലാഹ് മരിക്കുന്നത് വരെ കാപട്യം ഹൃദയത്തിൽ അല്ലാഹു കുത്തി നിറക്കുന്നു ഈ ചതി ചെയ്ത കാരണത്താല്. പുണ്യ റസൂലിന്റെ സ്വഹാബാക്കളിൽ പെട്ട ഒരാള് സമ്പത്ത് അധികമായ കാരണം അഹങ്കാരിയായി മാറുകയും ഈമാൻ നഷ്ടപ്പെടുകയും ചെയ്ത ചരിത്രമാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിങ്ങൾ കേട്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ആയത്തിറങ്ങി സ്വഹാബാക്കൾക്കൊക്കെ മനസ്സിലായി ഇതാരെ കുറിച്ചാണ്. അവർക്കിടയിലുള്ള ആളാണല്ലോ സഅലബ. അയാൾ എന്തായിരുന്നു ആദ്യമെന്നും ഇപ്പൊ അയാൾ എന്താണെന്നൊക്കെ നാട്ടുകാർക്ക് അറിയാം. കുത്തം പണക്കാരനായത് എങ്ങനെയെന്ന് സ്വഹാബാക്കൾക്ക് പിടികിട്ടി. ഈ കനത്ത വിമർശനം, റബ്ബാനിയായ ഭാഗത്ത് നിന്നുള്ള കുത്ത്, ഇതാരെക്കുറിച്ചാണെന്ന് സ്വഹാബാക്കൾക്ക് മനസ്സിലായി. ഈ ആയത്ത് സഅലബയുടെ ചെവിയിലും അലയടിച്ചു. അയാൾ കേട്ടു, അല്ലാഹു എന്നെ കള്ളനെന്നും കപടനെന്നും വിളിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോ അയാൾക്ക് നാണക്കേട്.
അള്ളാനെ പേടിയോ റസൂലിനോടുള്ള സ്നേഹമോ ദീനിനോടുള്ള പ്രതിബദ്ധതയൊന്നുമല്ല, സമൂഹത്തിൽ ജീവിക്കണ്ടേ. മദീനത്താണ് ഈ മനുഷ്യൻ ജീവിക്കണത്. അന്ന് സ്വഹാബക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുക മദീന. റസൂലിന്റെ പിടിയിലും നിയന്ത്രണത്തിലാ മദീന ഉള്ളത്. അവിടെയുള്ള ജൂതന്മാര് റസൂലിനെ അനുസരിച്ച് നിൽക്കുകയാണ്, ക്രൈസ്തവര് റസൂലിനെ സ്നേഹിച്ച് നിൽക്കുകയാണ്. അതിനിടയിൽ ഇത്ര കനത്ത ഒരു വിമർശനം കേട്ടിട്ട് നിൽക്കുക ജീവിക്കുക എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? അപ്പൊ നാണക്കേട് ഓർത്തിട്ട് ഉടനെ ആ മനുഷ്യൻ ചെയ്തത് സക്കാത്തിന്റെ ഫണ്ട് ഒരു കിഴിയിലാക്കി റസൂലിന്റെ മുന്നിലേക്ക് വരികയാണ്. റസൂലിന്റെ മുന്നിൽ പറഞ്ഞു, ഞാനിതിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല, ഞാൻ അപ്പൊ കൊടുത്തില്ല, നിങ്ങൾ ആളെ വിട്ടപ്പോ ദേ എന്റെ സക്കാത്തിന്റെ വിഹിതം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തപ്പം റസൂലുള്ള പറഞ്ഞു, ഇനി വേണ്ട സഅലബ, നിന്റെ കാര്യത്തിൽ അള്ളാഹു തീർപ്പ് പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ തീർപ്പ് നിന്റെ കാര്യത്തിൽ വന്നതിനാൽ ഇനി ഞാനത് സ്വീകരിക്കില്ല സഅലബ, എനിക്ക് വേണ്ട. പലരും സക്കാത്ത് കൊടുക്കൽ എങ്ങനെയാണ്? അബ്ദുറഹ്മാനാജി 1.5 ലക്ഷം, വീരാൻകുട്ടിയാജി 2.5 ലക്ഷം, അവരെക്കാൾ ഇരട്ടി സ്വത്തുള്ള ഞാനിപ്പോ എങ്ങനെയാ കുറക്കുക? ഏയ്, ഇത് അള്ളാഹ്ക്ക് വേണ്ട, നാണക്കേട് ഓർത്ത് കൊടുക്കുന്നത് വേണ്ട, പേരിനും പെരുമക്കും വേണ്ടി കൊടുക്കുന്നത് വേണ്ടാന്നേ. നീ ഇവിടെ ഇസ്ലാമിക ഭരണം വഹയി വരാത്തതുകൊണ്ട് ഇതൊന്നും തടയപ്പെടൂല, മേടിച്ചേക്കും. പക്ഷെ ആ കൊടുത്തീന് കനത്ത അടി, കാപ്പട്യത്തിനുള്ള അടിയാണ് പൊട്ടുക. ഇതാണ് പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ള പറഞ്ഞു, സഅലബ ഇനി വേണ്ട, ഇവിടെ പരിശുദ്ധമായതാ, ഇവിടെ പാവങ്ങൾക്കും കൊടുക്കണേ, നീ ഈ നാണക്കേട് ഓർത്തിട്ട് തരുന്നൊന്നും ഇവിടെ വേണ്ട, സ്വീകരിക്കൂല. റസൂലുള്ള 63 വയസ്സായി വഫാത്താകുന്നത് വരെ ഈ മനുഷ്യന്റെ 10 പൈസ മേടിച്ചില്ല. റസൂലുള്ളാന്റെ വഫാത്തിന്റെ പിറകെ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഅലബാദ വരുന്നു സക്കാത്തിന്റെ വിഹിതായിട്ട്. അന്ന് റസൂല് മേടിച്ചില്ല. അങ്ങ് എന്നോട് കനിയണം, ഇത് മേടിക്കണം. അള്ളാഹുവും റസൂലും നിരസിച്ച നിന്റെ സ്വത്ത് ഞാൻ മേടിക്കേ? ഏയ്, ഞാനത് തൊടൂലല്ലോ. അള്ളാഹ് വേണ്ടാന്ന് പറഞ്ഞു, റസൂലും വേണ്ടാന്ന് പറഞ്ഞു, ഞാൻ മേടിക്കേ? നടക്കൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കഴിഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോ അപ്പോഴും വന്ന് സഅലബ ആ ഫണ്ടും കൊണ്ട്. അപ്പൊ പറഞ്ഞു, അള്ളയും റസൂലും എന്റെ മുൻഗാമിയായ സിദ്ദീഖ് എന്നവരും വേണ്ടെന്ന് വെച്ചത് ഞാൻ മേടിക്കേ? ഞാൻ മേടിക്കൂല ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും സഅലബ സക്കാത്തിന്റെ ഫണ്ടുമായി വന്നു. എന്റെ മുൻഗാമികളാരും സ്വീകരിക്കാത്ത നിന്റെ സമ്പത്ത് ഞാൻ സ്വീകരിക്കില്ല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. അങ്ങനെ ഉസ്മാൻ എന്നവരുടെ ഖിലാഫത്ത് കാലത്ത് സഅലബത്ത് ഇബ്നു ഹാത്തിബ് എന്ന മനുഷ്യൻ മരിച്ചുപോയി എന്നതാണ് ചരിത്രം. എന്തേ പറ്റിയത്? ആവശ്യത്തിലധികം കിട്ടി, അള്ളാനെ മറന്നു, അള്ളാന്റെ നിഅമത്ത് മറന്നു. ആ മനുഷ്യൻ അഹങ്കാരിയായി എന്ന് മാത്രല്ല, ഈമാൻ നഷ്ടപ്പെട്ട് മുനാഫിഖായി ചത്തുപോയ ചരിത്രമാണ് ഇവിടെ പറഞ്ഞത്. ഉത്തരവാദിത്തം നിറവേറ്റാതിരിക്കലൊക്കെ ഇതിന്റെ ഭാഗമാണേ. പൈസ ഉണ്ട്, എന്നിട്ട് ഗർവോടെ നടക്കുക. ഇപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട സേവകന്മാർ എന്നോട് ഇന്ന് കാലത്ത് റൂമിൽ വന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഫ്രീ ആയിട്ട് സേവനം ചെയ്യാൻ ഓഫീസ് ഇട്ടിട്ട് കേരള ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടി അപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യാനോ അതിൻ്റെ ആദ്യ ഗഡു അടക്കാനോ എല്ലാ കാര്യത്തിനും നമ്മുടെ ചെർപ്പള്ളി അല്ലേ, അവിടെ ആ മസ്ജിദിന്റെ സമീപത്ത് ഓഫീസുണ്ട്. ഈ 2000-ഓളം കുടുംബങ്ങളുള്ള മൂവാറ്റുപുഴ സെൻട്രൽ ജമാഅത്തിന് വേണ്ടി ആകെ ഹജ്ജിന് വേണ്ടി ഈ അടുത്ത വർഷത്തെ ഹജ്ജിന് വേണ്ടി അപേക്ഷിച്ചത് എത്ര പേരാന്നറിയാം നിങ്ങൾക്ക്? ഞാൻ പറയട്ടെ എത്രയെന്ന്. ഒരാള്. ഒരാള്. മകന് ബൈക്ക് മേടിച്ചു കൊടുക്കാൻ ഞാൻ 3.5 ലക്ഷം കൊടുത്തു. പോഷ് ബൈക്ക് വേണമെന്ന് അവൻ പറയണേക്കണേ. കുറച്ച് ടൈറ്റൊക്കെ ഉണ്ടെങ്കിലും പുള്ളന്റെ ഒരു ആശയല്ലേ 3.5 കൊടുത്തു. എന്തിന്? ഇതാകെ 3,65,000 ഗവൺമെന്റിൽ ഹജ്ജിന് പോകാനുള്ളത്. പുള്ളക്ക് കറങ്ങാൻ, ആ കറക്കം ചിലപ്പോൾ ലോറിന്റെ അടിയിലും പോയി പെട്ട് കഥ കഴിയും. അള്ളാഹു കാക്കട്ടെ. ഏയ്, പടച്ചോനെ മറന്നീ കളി കളിച്ചാൽ മുറ്റം ഇന്റർലോക്ക് ചെയ്ത് മതിൽ കെട്ടാൻ 5 ലക്ഷം ചെലവഴിച്ചു. ആ കാക്ക ഹജ്ജിന് പോയിട്ടില്ല. ഇത്ര വലിയ ജമാഅത്തിന് ഇനിയിപ്പോ 10 ദിവസമാണ് ബാക്കിയുള്ളത്. എത്ര? 10 ദിവസം. ഇനി എത്ര ആൾ വരും? ഒരാളാണ് അത്ര അപേക്ഷയായിട്ട് ചെന്നത് ഈ മഹലിൽ നിന്ന്.
ഈ ഏരിയയിൽ നിന്ന് മൊത്തം 100ഓളം അപേക്ഷ വന്നപ്പോ ഇത്ര വലിയ പ്രൗഢിയും പകിട്ടും കച്ചവടവും സൗകര്യമുള്ള ഈ നാട്ടിൽ നിന്ന് ഉസ്താദ് അങ്ങനെയൊക്കെ ആക്ഷേപിക്കല, ഞങ്ങളൊക്കെ ഹജ്ജ് ചെയ്തവരാണ്. കുഴപ്പമില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ആക്ഷേപിക്കുകയല്ല. പക്ഷെ ഇനിയും ചെയ്യാത്ത കുറെ ആളുണ്ടല്ലോ ഇവിടെ. അതിനിപ്പോ പുള്ളന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഉസ്താദെ, പുള്ളന്റെ കല്യാണം കഴിയണം ഹജ്ജ് നിർബന്ധമാകാൻ എവിടെ ഉള്ളത്? അങ്ങനെ ഇല്ല, അതൊക്കെ നാട്ടു മസാലയാണ്. പുള്ള കെട്ടാൻ നേരത്ത് കെട്ടും, അത് നമ്മുടെ ഹജ്ജ് പോക്കിന് തടസ്സമല്ല. എത്രത്തോളം ശാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് ഒരാളുടെ വരുമാന സ്രോതസ്സായ കട അത് മാത്രമേ ഉള്ളൂ അയാൾക്ക്. കിടക്കാൻ വീടുണ്ട്, യാത്ര ചെയ്യാൻ ഒരു അത്യാവശ്യ വണ്ടിയുണ്ട്, തിന്നാനുണ്ട്, ഉടുക്കാനുണ്ട് എന്ന് ഇന്നും നാളെക്കുള്ളതുണ്ട്. അടുത്ത കൊല്ലത്തേക്ക് അത് നോട്ടല്ല. അടുത്ത കൊല്ലത്തേക്ക് ഇവിടെ സൂക്ഷിച്ച അതില്ല. ഇപ്പൊ ഓൾറെഡി ഒക്കെ ഓക്കെയാണ്. പിന്നുള്ളത് ആകെ വരുമാനം തരുന്ന ഒരു കടയാണ്, വേറൊന്നുമില്ല. എന്നാൽ ആ കട വിറ്റിട്ടായാലും അയാൾ ഹജ്ജിന് പോകണമെന്നാ ഇസ്ലാമിന്റെ നിയമം. അപ്പൊ ഭാവിയിൽ എങ്ങനെ ജീവിക്കും? ഭാവിയിൽ താനുണ്ടെന്ന് എന്താ ഉറപ്പ് എന്നാ ഇമാമിങ്ങൾ ചോദിക്കുന്നത്. ഈ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാവും എന്താ ഉറപ്പ്? ഉണ്ടെങ്കിൽ അള്ളാഹ്ക്ക് പോറ്റാനും അറിയും, തരാനും. ഇത് തന്ന അള്ളാഹ്ക്ക് വേറെ തരാൻ കഴിയും? ഇത്ര കണിശമായി ദീന് പറഞ്ഞിട്ട് ഇതിലൊന്നും അലംഭാവം കാണിക്കരുത് മോമിനിങ്ങളെ. ഇതൊക്കെ ഈ കിബിരിയാവ് ഉള്ളിൽ കയറുന്നതിന്റെ കുഴപ്പാണ്. നിങ്ങൾക്കറിയോ, ഈ ലോകത്ത് സ്വർഗം പണിയാൻ മെനക്കെട്ടവരുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. സൂറത്തുൽ ഫജ്റിലെ അതിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി ചരിത്രം പറയുന്നുണ്ട്. ആദ് ഇറമ് എന്നൊക്കെ പറഞ്ഞ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാമിന്റെ സന്താന പരമ്പരയിൽ വന്ന ബഡാ മനുഷ്യന്മാര്, ആജാന ബാഹുക്കള്, ഭയങ്കരന്മാര്, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും കരുത്തരായ ആൾക്കാരാണ്. ഈ ആദ് എന്ന് പറഞ്ഞ മനുഷ്യന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. ഒന്നിന്റെ പേര് ഷദീദ്, മറ്റേ ആളെ പേര് ഷദ്ദാദ്. ഇവർ തമ്മിൽ സ്വത്തിന് വേണ്ടി കിടമത്സരം നടന്നു. നമ്മുടെ അംബാനിയുടെ മക്കൾ 2 അടിച്ചല്ലോ ഇന്ത്യയിൽ വലിയ അടി ചെയ്യുന്നത് അല്ലെ? ഇതുപോലെ ഈ ഷദീദും ഷദ്ദാദും ആദ് എന്നവരുടെ 2 മക്കൾ അടി തുടങ്ങി. ആ അടിയില് ഷദീദ് മരിച്ചുപോയി, ഷദ്ദാദ് ബാക്കിയായി. ഷദ്ദാദിന് എല്ലാ സൗകര്യവും കയ്യിൽ വന്നു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് ഈ ഭൂമിയിലൊരു സ്വർഗം പണിയണം. വേദങ്ങളിലൊക്കെ പറഞ്ഞ ആ ഭാവനയിലുള്ള ഒരു സ്വർഗം, താഴ്വാരങ്ങളിലൂടെ അരുവി ഒഴുകുന്ന സ്വർണം വെള്ളി കൊണ്ട് പടുത്തുയർത്തപ്പെട്ട കോട്ടകൾ, കൊട്ടാരങ്ങൾ, ഇതെനിക്കൊന്ന് പണിയണം. അങ്ങനെ സൗകര്യങ്ങൾ വെച്ചിട്ട് നല്ലൊരു ഉദ്യാനമുണ്ടാക്കി, മനോഹരമായ ഒരു ഗാർഡൻ, അതിൽ സ്വർണവും വെള്ളിയും രത്നവും വില കൂടിയ മുത്തുകളും കൊണ്ട് മനോഹരമായ കൊട്ടാരം പണിതു. കല്ലല്ല, ഇഷ്ടികല്ല. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഷദ്ദാദും പരിവാരങ്ങളും പോവാൻ. അതിന്റെ ഗേറ്റിങ് എത്തിയപ്പം ഫഅർസലല്ലാഹു അലൈഹിം സ്വൈഹത്തം മിനസ് സമാ ഫഹലകു ജമിയ. ഉപരിഭാഗത്ത് നിന്നൊരൊറ്റ അട്ടഹാസം, ഭൂമി പ്രകമ്പനം കൊണ്ടു ഇവരൊക്കെ ചത്തു വീണുപോയി എന്നതാണ് ചരിത്രം. അതുകൊണ്ട് തൽക്കാലം അള്ളാഹു ചൂണ്ടിടുന്നത് പോലെ ഇസ്തിദ്റാജൻ നമ്മളെ ചിലപ്പോൾ കയറൂരി വിടും കുറച്ച് സമയം. അതിലാരും വഞ്ചിതരാകണ്ട. ഈ ശരീരം എൻ്റെതല്ല, ഈ ശ്വാസം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ല, ഈ സിരകളിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ ഞാൻ നിർമ്മിച്ചതല്ല, എന്റെ പോക്കറ്റിലോ എന്റെ അക്കൗണ്ടിലോ എന്തെങ്കിലും ഉണ്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ ഉടമസ്ഥന്റെ വരദാനമാണ്. അവൻ എന്നെ പരീക്ഷിക്കുകയാണ്. ഈ തിരിച്ചറിവോടെ നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമ്പത്ത് എന്തിന് എന്ന് വസ്തുനിഷ്ഠമായി തിരിച്ചറിഞ്ഞ് നന്ദിയുള്ളവരായി ജീവിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ റഹ്മാനെ.